വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രതീഷ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2025 നവംബർ ലക്കം എഡിറ്റോറിയലാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ശ്രീമദ് നാരായണ ഗുരുപുരാണം രചിക്കപ്പെടുമ്പോൾ ബഹുമാന്യ വായനക്കാർ അറിയുവാൻ ഒരു സന്തോഷ വർത്തമാനം ആദ്യമേ പറയാം. ഇപ്പോൾ ഗുരുസാഗരം പ്രസിദ്ധീകരിച്ചു വരുന്ന കുമാര മഹാകാവ്യം എന്ന മഹാകവി കുമാരനാശാൻ്റെ ജീവചരിത്രം തീരുന്ന മുറയ്ക്ക് 2026 ഏപ്രിൽ മാസം മുതൽക്ക് ഗുരുവിൻ്റെ സമ്പൂർണവും സമഗ്രവുമായ ഒരു ചരിതം ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ എന്ന പേരിൽ ഗുരുസാഗരം ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചു തുടങ്ങുകയാണ്. ഭഗവാന്റെ മഹാപരിനിർവാണം ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ വലിയ ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. നിരവധി ഗുരുശിഷ്യർ എഴുതിയ ജീവചരിത്രങ്ങൾ നിലവിലുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു രചന എന്ന് ചോദിച്ചേക്കാം. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഈ മുഖക്കുറിപ്പ്. എത്രയേറെ വിവരിച്ചാലും വിശദീകരിച്ചാലും പിന്നെയും എന്തോ അപൂർണത അവശേഷിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് സത്യവസ്തുവായ ബ്രഹ്മമാണ്. എന്തെന്നാൽ വാക്കുകൾക്കും ഇന്ദ്രിയബോധങ്ങൾക്കും അപ്പുറമുള്ള മഹാരഹസ്യമാണത്. വാക്കുകൾ അടങ്ങുമ്പോൾ മൗനം കൊണ്ട് മാത്രം അനുഭവിക്കാൻ കഴിയുന്നതാണ് ബ്രഹ്മസത്യം. വിശദീകരിക്കാൻ ശ്രമിച്ചാലും അത് കൂടുതൽ ദുരൂഹമായി തീരും എന്നാണ് അനുഭവം. ബ്രഹ്മവസ്തുവിനെ പോലെ തന്നെ വിശദീകരണങ്ങളെ എല്ലാം തന്നെ അപൂർണമാക്കിക്കൊണ്ട് നിലകൊള്ളാൻ മനുഷ്യരൂപത്തിൽ ആരെങ്കിലും ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നാരായണ ഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെട്ട മഹാഗുരുവാണ്. ഏകമായ സത്യബോധത്തിൽ സ്ഥിതപ്രജ്ഞനായി ബഹുമുഖമായ ലോകവിന്യാസങ്ങളിൽ ഒരേ സമയം സാന്നിധ്യം കൊണ്ട് ശുദ്ധി വരുത്തിയ നിർവചനാതീത മൂർത്തിയാണ് ഗുരു. സന്യാസികളിലും വന്യാശ്രമികളിലും ഗൃഹസ്ഥാശ്രമികളിലും ഇങ്ങനെയൊരാൾ അതിനു മുമ്പോ ശേഷമോ ലോകർക്ക് പ്രത്യക്ഷാനുഭവമായിട്ടില്ല. ലോകത്ത് ഏതൊരാൾ ഗുരുവിനെക്കുറിച്ച് അറിയാനിടയായാലും അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന തോന്നൽ ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ അറിവുള്ളവരും പാതി അറിഞ്ഞവരും അറിഞ്ഞു തുടങ്ങിയവരും അറിയാൻ ശ്രമിക്കുന്നവരുമെല്ലാം ഗുരുവിനെക്കുറിച്ച് എഴുതാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. പാർശ്വവീക്ഷണങ്ങളായാലും പാതി അറിവുകളായാലും അവയെല്ലാം സമൂഹത്തിൽ ദശാബ്ദങ്ങളായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നൂറ്റാണ്ടിനിടയിൽ 3000-ലേറെ പുസ്തകങ്ങളാണ് വിവിധ ഭാഷകളിൽ ഗുരുവിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 60 ഗദ്യരൂപത്തിലുള്ള ജീവചരിത്രങ്ങളാണ്. പദ്യരൂപത്തിലുള്ള 46 ചരിതങ്ങൾ വേറെയും. അതായത് 106 ജീവചരിത്രങ്ങൾ മാത്രം ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ ഗുരുവിനെക്കുറിച്ച് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഗുരുവിനെക്കുറിച്ച് കാവ്യരൂപത്തിലാണ് ആദ്യത്തെ ജീവചരിത്രം പുറത്തു വന്നത്. 1909 അത്. നാണൂജി വാഴവെള്ളമറ്റം എന്ന സ്വാത്വികനായ ഒരു ഗുരുഭക്തൻ രചിച്ചതായിരുന്നു അത്. ആളൊട്ടും അറിയപ്പെടാഞ്ഞതിനാൽ ശ്രീനാരായണ പരമഹംസചരിതം എന്ന ആ കാവ്യവും ഒട്ടും പ്രശസ്തമായില്ല. എന്നാൽ പിന്നീട് കുമാരനാശാനടക്കം പ്രഗത്ഭരും പ്രമുഖരുമായ ശിഷ്യവൃന്ദവും പണ്ഡിതരും ഗവേഷകരുമൊക്കെ ഗുരുവിൻ്റെ ചരിതം രചിച്ചിട്ടുണ്ട്. ദേവീസ്തവത്തിൽ ഗുരു ബ്രഹ്മശക്തിയായ ജഗദംബയെക്കുറിച്ച് വിവരിക്കുന്നത്: തെഴുമേനി നിന്നവയവങ്ങളൊഴിന്നു മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നംബികേ
കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിൻമൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ. ക്രാന്തദർശികളായ മുനികൾക്ക് പോലും നിന്റെ ചില അംഗങ്ങൾ മാത്രമാണമ്മേ നീ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. നിന്റെ സ്വരൂപം ഇന്നും ആർക്കും വെളിപ്പെട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നിന്നെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരാതെ മൗനനിലയിൽ എൻ്റെ ഉള്ളിൽ മുഴങ്ങുകയാണ് എന്നാണ് ഗുരു പാടുന്നത്. അതേ അവസ്ഥയാണ് ഗുരുവിനെക്കുറിച്ച് എഴുതാനിരിക്കുന്ന ഏത് വാഗ്ഗേയക്കാരനും അനുഭവപ്പെടുന്നത്. എന്നാൽ നാം വായിച്ചറിഞ്ഞ ഗുരുചരിതങ്ങൾ എഴുതിയവർ ആരും തന്നെ ഈ മൊഴി വന്നു തിങ്ങി മൗനത്തിൽ അഭയം പ്രാപിച്ചതായി കാണുന്നില്ല. ചരിത്രപുരുഷൻ എന്ന നിലയിൽ, നവോത്ഥാന നായകൻ എന്ന നിലയിൽ, മനുഷ്യാവകാശ പോരാളി എന്ന നിലയിൽ, മതപരിഷ്കാരകൻ എന്ന നിലയിൽ, സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ മഹാൻ എന്ന നിലയിൽ, കവി എന്ന നിലയിൽ, കൃതികർത്താവ് എന്ന നിലയിൽ, സന്യാസി എന്ന നിലയിൽ, ദിവ്യജ്ഞൻ എന്ന നിലയിൽ, സമുദായ ആചാര്യൻ എന്ന നിലയിലൊക്കെ ഗുരുവിനെ പരിചയപ്പെടുത്താൻ ഉതകുന്നതായിരുന്നു പ്രമുഖമായ എല്ലാ ജീവചരിത്രങ്ങളും. ചിലർ ഗുരുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ മാത്രം ഫോക്കസ് ചെയ്തു. ചിലരാകട്ടെ നർമ്മവചസ്സുകളും. ചിലരാകട്ടെ സ്വന്തം താൽപ്പര്യങ്ങളെ ഗുരുവിലൂടെ സ്ഥാപിച്ചെടുക്കാനും ചരിത്രം രചിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ഗുരുവിൻ്റെ ഒരു സമഗ്ര സ്വരൂപം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്താലും ഒരു അപൂർണത നിലനിൽക്കും എന്നേ പറയാൻ സാധിക്കൂ. സത്യസാക്ഷാത്കാരം കൊതിക്കുന്ന ഒരു സമ്പൂർണ്ണ ശിഷ്യന് ഗുരുസ്വരൂപം തിരിച്ചറിയാനും പിന്തുടരാനും സാധിക്കും. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ പറയുന്ന വിധം സാധനാചതുഷ്ടയ സമ്പത്തി നേടിയ ഒരുവനെ തേടി ഗുരു മുന്നിൽ വരും. അതിനയാൾ ഒരു ജീവചരിത്രം പോലും വായിക്കണമെന്നില്ല. അപ്പോൾ ചരിത്രരചന നടത്തുന്നത് സാധകർക്കു വേണ്ടിയല്ല, സാമാന്യ ജനങ്ങൾക്ക് ശരിയായ അവബോധം നൽകാനാണ്. അക്കാര്യത്തിൽ പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാവുന്ന ഒരു ജീവചരിത്രം ഗുരുവിന് ലഭിച്ചിട്ടില്ല എന്നു പറയേണ്ടി വരും. പൂർണ്ണ ബ്രഹ്മസ്വരൂപനായ ഒരു സ്ഥിതപ്രജ്ഞ ഗുരുവിനെ ആ ഉന്നതമായ തലത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ എഴുത്തിൽ പ്രതിഭയുണ്ടായിട്ട് കാര്യമില്ല. വേദാന്ത ജ്ഞാനം ആവശ്യമാണെങ്കിലും അതുമാത്രമുണ്ടായിട്ടും കാര്യമില്ല. അഗൈതവമായ ഗുരുഭക്തി ആവശ്യ ഘടകമാണ്. ഉപാസനാപൂർവമായ സമീപനം ആവശ്യമാണ്. മഹാഭാരതം രചിച്ചതിനു ശേഷവും ആത്മീയമായ ഒരു സംതൃപ്തി കിട്ടാതെ വിഷമിച്ച വേദവ്യാസന് നാരദൻ കൊടുത്ത ഉപദേശം ഭഗവാനെക്കുറിച്ച് ഭക്തിപുരസ്സരം ഒരു ചരിതം എഴുതുവാനാണ്. അതാണ് ഭാഗവതം എന്ന ഭക്തിയും ജ്ഞാനവും ദാർശനികതയും ക്രാന്തദർശിത്വവുമുള്ള പുണ്യഗ്രന്ഥത്തിൻ്റെ പിറവിക്ക് കാരണമായത്. മഹാഭാരതത്തേക്കാൾ ജനം ഇന്നും ആശ്രയിക്കുന്നത് ഭാഗവതത്തെയാണ്. ഭക്തിയില്ലാത്ത ജ്ഞാനം അതിൻ്റെ ലക്ഷ്യം നേടില്ല എന്ന് ഭാഗവതം അടിവരയിടുന്നു. വേദാന്തവും അതുതന്നെ പറയുന്നു. ലോകത്ത് അവതരിച്ച ഗുരുക്കന്മാരെല്ലാം തന്നെ ചിത്തപ്രസാദത്തിന് ഭക്തിയെ അനിവാര്യമായി കൽപ്പിക്കുന്നു. ഭക്തിയും ജ്ഞാനവും ശാസ്ത്രബോധവും യുക്തിബോധത്തോടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ഗുരുവിൻ്റെ സ്വരൂപം വെളിപ്പെടുന്ന ജീവചരിത്രം ഉണ്ടാവൂ. ആ മഹത്തായ ദൗത്യമാണ് ഗുരുവിൽ വിശ്വസിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം സമർപ്പിത ഭാവത്തോടെ നിർവഹിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ വിശിഷ്ട ദൗത്യത്തിൽ വായനാ സമൂഹവും ഗുരുഭക്ത സമൂഹവും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് കടക്കട്ടെ. ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. ഇപ്പോൾ മാസിക ഡിജിറ്റൽ ആയിട്ടുണ്ട്. ലോകത്തെവിടെയിരുന്നും മാസിക വായിക്കാം. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാം. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്തേ.